നിലവിൽ BJP-യിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിൽ JP നദ്ദ ഉൾപ്പെടെ, അതായത് ദേശീയ അധ്യക്ഷനിൽ നിന്നും ഈ പറയുന്ന തരത്തിൽ ഓരോ സംസ്ഥാനത്തെയും കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവർ ആ ഒരു തരത്തിൽ മാറി പുതിയ വ്യക്തികളെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പുറപ്പാടിൽ തന്നെയാണ് BJP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന തരത്തിൽ 2025 ആയിരിക്കുന്നു. ഫെബ്രുവരിയോട് കൂടി തന്നെ അത് എല്ലാ അർത്ഥത്തിലും ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP-യിൽ ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം. ആ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ കേരളവും. കേരളത്തിൽ എന്ത് തരം മാറ്റമായിരിക്കും BJP-യിൽ നിന്നും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഈ പറയുന്ന സംസ്ഥാന തലത്തിൽ BJP-ക്ക് ഉണ്ടാകാൻ പോകുന്നത്? നിലവിൽ K. സുരേന്ദ്രനാണ് BJP-യുടെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന സന്ദർഭം തന്നെയാണ്. എന്നിരുന്നാൽ പോലും സുരേന്ദ്രൻ തന്നെ തുടരാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ നിന്നിരുന്നു. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയാണ് അന്തിമ തീരുമാനം എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന രീതിയിൽ സുരേന്ദ്രൻ തുടരുമോ അതല്ല ഇനി പറയുന്ന രീതിയിൽ മറ്റാരെങ്കിലും വരുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിന്നിരുന്നത്. ഈ സന്ദർഭത്തിലാണ് ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ തന്നെ തന്റെ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് തന്നെയാണ്. അതായത് സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു എന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന ശ്രീ അമിത്ഷാജിയോടൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ BJP-യെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു എന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആ പോസ്റ്റിലുള്ള കുറിപ്പെന്ന് പറയുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിലെത്തി ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു പെട്ടെന്നുള്ള കൂടിക്കാഴ്ച തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രന് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ചുമതലകൾ ഏൽപ്പിക്കാനാണോ ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു ഡൽഹി സന്ദർശനം എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു വാക്കുകൾ എന്ന് പറയുന്നത്. അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന തരത്തിൽ കേരളത്തിലെ BJP-യെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ള തരത്തിലുള്ള ശോഭാ സുരേന്ദ്രന്റെ ആ വാക്കുകൾ. അത് തന്നെയാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്നും പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഈ പറയുന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാള് ഈ പറയുന്ന തരത്തിൽ ഒരു അർഹിക്കുന്ന സ്ഥാനം ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ ഒരു വലിയ ചുമതല ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തിക്ക് അത് വളരെ കൃത്യമായി നിറവേറ്റാൻ സാധിക്കുന്ന ഒരു ആള് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ BJP-ക്കുള്ളിൽ തന്നെ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി BJP-യുടെ മുൻപന്തിയിലേക്ക്, അതായത് അർഹിക്കുന്ന സ്ഥാനം ലഭിച്ചുകൊണ്ട് തന്നെ കേരള BJP-യുടെ തലപ്പത്തേക്ക് എത്തണമെന്നുള്ള തരത്തിൽ തന്നെ. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ച അതിനുള്ള ഒരു തുടക്കമാണോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ BJP-യിൽ ഒരു മാറ്റം, കേരള BJP-യിൽ ഒരു മാറ്റം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും പലരും ആഗ്രഹിക്കുന്നുമുണ്ട്. എന്തായാലും ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ അമിത്ഷായുമായിട്ടുള്ള ഈ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ച അത് തീർച്ചയായിട്ടും ഈ ഒരു പുതുവർഷത്തിൽ തന്നെ കേരള BJP-യിൽ വലിയ ഒരു മാറ്റത്തിനുള്ള സാധ്യതകൾ ആകുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു.